എല്ലാ കൂട്ടുകാർക്കും സ്റ്റുഡൻറ്റ് ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ എല്ലാ കുട്ടികളും +2 റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. +2 റിസൾട്ട് മെയ് 22 തന്നെ പ്രസിദ്ധീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയായിരിക്കും പ്രസിദ്ധീകരിക്കുക. എത്ര മണിക്ക് പ്രസിദ്ധീകരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 3 മണിയോടുകൂടി മന്ത്രി പ്രസ് കോൺഫറൻസ് വിളിച്ച് പരീക്ഷാ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ്. മന്ത്രി റിസൾട്ട് പ്രസിദ്ധീകരിച്ചാലുടൻ തന്നെ കുട്ടികൾക്കും ചെക്ക് ചെയ്യാവുന്നതാണ്. ഏകദേശം 3:45 തന്നെ എല്ലാ കുട്ടികൾക്കും നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. എന്നോടിപ്പോൾ എല്ലാ കുട്ടികളും ചോദിക്കുന്നത് വാല്യുവേഷൻ ലിബറൽ ആണോ എന്നാണ്. എനിക്കതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, വാല്യുവേഷൻ ലിബറൽ തന്നെയാണ്. എല്ലാ അധ്യാപകരും വാല്യുവേഷന് പോയത് എല്ലാ അധ്യാപകരും നമ്മോട് പറഞ്ഞിട്ടുള്ള വാല്യുവേഷൻ നല്ല രീതിയിൽ ലിബറലായി നോക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ വിജയ ശതമാനം കൂടും എന്നത് തന്നെയാണ് വാസ്തവം. നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം 80% ഇത്തവണ റിസൾട്ടിൻ്റെ വിജയ ശതമാനം ഉണ്ടാവുക. എല്ലാ കുട്ടികൾക്കും ഇത് പാസ്സാവാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. മറിച്ച് A+ൻ്റെ കാര്യം നോക്കുമ്പോൾ A+ കുറയുമെന്നാണ്, ഫുൾ A+ കുറയുമെന്നാണ് ഇത്തവണ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും പുതിയ വിവരം. എന്നിരുന്നാൽ പോലും നിങ്ങൾ എഴുതിയ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും, കാരണം വാല്യുവേഷൻ അത്രത്തോളം ലിബറലായിരുന്നു. പിന്നീട് എന്നോട് കുറേ കുട്ടികൾ ചോദിക്കുന്ന ഒരു സംശയമാണ് ഗ്രേസ് മാർക്കിനെ കുറിച്ച്. ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കുമോ? പിന്നീടൊരു സംശയമാണ് ഗ്രേസ് മാർക്ക് 100% ലെവലിലോട്ട് എത്താൻ സഹായിക്കുമോ എന്നതൊക്കെ. അതിന് നമുക്ക് ഉത്തരമേ ഉള്ളൂ, ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കും. ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക എങ്ങനെയാണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം പറയുകയാണ്. ഗ്രേസ് മാർക്ക് എന്തിനൊക്കെ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NSS, NCC പോലുള്ള കാര്യങ്ങൾക്കും പിന്നീട് സ്പോർട്സിൽ പങ്കെടുത്ത അഥവാ കലാമേളയിലും പങ്കെടുത്ത കുട്ടികൾക്കുമാണ് ലഭിക്കുക. NSSൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണ്, ഏകദേശം 20 അല്ലെങ്കിൽ 25 അതല്ലെങ്കിൽ 40 മാർക്കായിരിക്കും. നിങ്ങളുടെ പ്രവർത്തനത്തിനനുസരിച്ചായിരിക്കും NSSൻ്റെ ഗ്രേസ് മാർക്ക്. NSSൻ്റെ പോലുള്ള ഗ്രേസ് മാർക്കുകൾ സെക്കൻഡ് ഇയർ പരീക്ഷയുടെ ഒപ്പമാണ് ആഡ് ചെയ്യുക. അതായത് ഈ മാർക്കുകൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് +1 ഏകദേശം ഒരു മാത്സിന് കണക്കെടുക്കാം. മാത്സിന് ജയിക്കാൻ വേണ്ടത് 18 മാർക്കാണ്. +1 18 കിട്ടേണ്ടടുത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് +1 14 മാർക്കേ കിട്ടിയുള്ളൂ എങ്കിൽ സെക്കൻഡ് ഇയറിൽ ആ വിദ്യാർത്ഥി ഉണ്ടാക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 22 മാർക്കാണ്. പക്ഷേ സെക്കൻഡ് ഇയറിൽ ആ വിദ്യാർത്ഥി ആകെ കൂടി 4 മാർക്ക് മാത്രമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ടോട്ടൽ മാർക്ക് 18 മാർക്ക്. അപ്പോൾ ഗ്രേസ് മാർക്ക് എന്ത് ചെയ്യും? ഈ വിഷയത്തിന് മാത്രമുള്ളൂ ആ വിദ്യാർത്ഥി തോറ്റതെങ്കിൽ ആദ്യം ഗ്രേസ് മാർക്ക് എന്ത് ചെയ്യുക? 20 മാർക്കാണ് ഗ്രേസ് മാർക്കെങ്കിൽ 18 മാർക്ക് ആ മാത്സ്, അതായത് നിങ്ങൾ തോറ്റ വിഷയത്തിന് ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 36 മാർക്കായി കഴിഞ്ഞു. അപ്പോൾ ആ വിദ്യാർത്ഥി +2 പാസ്സായി കഴിഞ്ഞു. പിന്നീടുള്ള 2 മാർക്കാണെങ്കിൽ അതെന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഏത് വിദ്യാർത്ഥിയാണ് ഗ്രേഡ് പെട്ടെന്ന് മാറാൻ ചാൻസ് ഉള്ള ഒരു വിഷയത്തിലോട്ടാണ് ഗ്രേസ് മാർക്ക് പിന്നീടുള്ള പ്രയോറിറ്റി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത്. ഒന്നും കൂടി ശ്രദ്ധിക്കുക, +1 14 മാർക്ക് കിട്ടി, 18 മാർക്ക് കിട്ടേണ്ടടുത്ത് 14 മാർക്ക് കിട്ടി. +2 ആകെ കൂടെ 4 മാർക്കാണ് കിട്ടിയതുള്ളൂ. അപ്പോൾ ടോട്ടൽ 18 മാർക്ക്. അതിൻ്റെ കൂടെ 18 മാർക്ക് കൂടെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ട് ടോട്ടൽ 36 മാർക്ക് ആക്കിയിട്ട് നമ്മളെ പാസ്സാക്കുകയാണ് ചെയ്യുക. പിന്നെയുള്ള സംശയമാണ് 90% നിന്നും 100%ലോട്ട് കൺവേർട്ട് ചെയ്യുമോ? ഇല്ല, അതൊരിക്കലും സാധിക്കുന്നതല്ല. 90% മാർക്ക് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് പിന്നീട് ഒരിക്കലും ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട, വാല്യുവേഷൻ ലിബറലാണ്. നിങ്ങൾ കരുതിയ മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടണ്ടേ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി എന്തായാലും ചോദിക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.